വെയ് സൊദോങ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. മഞ്ഞു മൂടിയ പ്രഭാതം. വെയ് എന്നാൽ തടാകമെന്നും സൊദോങ് എന്നാൽ ചതുരം എന്നുമാണ് അർത്ഥം. തലസ്ഥാനമായ സോറയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെയാണ് വെയ് സൊദോങ് എന്ന തടാകം. പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇനി കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി വേണം വെയ് സൊദോങ് എന്ന വെള്ളച്ചാട്ടം കാണാൻ. ഞാൻ നടന്നു തുടങ്ങി. ചുറ്റും മനോഹരമായ മലനിരകൾ. മേഘാലയയുടെ ഐക്കൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതും പല ചിത്രങ്ങളിലൂടെയും നമുക്ക് കണ്ടു പരിചയമുള്ളതുമായതാണ് വെയ് സൊദോങ് വെള്ളച്ചാട്ടം. കുറച്ചു കാലം മുമ്പ് വരെ മാഫു, ലൈദു, ഉബ്ലൈ എന്ന ഗ്രാമങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം അടച്ചിട്ടിരിക്കുകയായിരുന്നു വെയ് സൊദോങ് എന്ന വെള്ളച്ചാട്ടം. സ്റ്റെപ്പുകൾ ഇറങ്ങി ഒന്നാമത്തെ വ്യൂ പോയിന്റ് അടുത്തെത്തി. മലമുകളിൽ നിന്ന് 3 സ്റ്റേജുകളായി താഴെയുള്ള തടാകത്തിലേക്ക് പതിക്കുന്ന വെയ് സൊദോങ് വെള്ളച്ചാട്ടം. കൂടുതൽ അടുത്ത് കാണുന്നതിനായി ഇനിയും സ്റ്റെപ്പുകൾ ഇറങ്ങണം. വളരെ സാഹസപ്പെട്ട് താഴേക്കിറങ്ങി. മുള കൊണ്ട് നിർമ്മിച്ച വീതി കുറഞ്ഞ പാലങ്ങൾ. അടിവാരത്ത് എത്തിച്ചേരുക എന്നത് തികച്ചും സാഹസികമായ ഒരു പ്രവൃത്തിയാണ്. താഴ്വാരത്തെത്തുമ്പോൾ ഇതുവരെയുള്ള ക്ഷീണമെല്ലാം മറന്നുപോകുന്ന അതിസുന്ദരിയായൊരു വെള്ളച്ചാട്ടം. ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ നിന്നും 3 സ്റ്റെപ്പുകളായി താഴേക്ക് വീഴുന്നു. ഓരോ സ്റ്റെപ്പിലും ഓരോ തടാകങ്ങൾ. ചുറ്റും മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി. മനോഹരം എന്ന് പറയാനില്ല, തികച്ചും വ്യത്യസ്തം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഗ്ലേഷ്യർ യുഗത്തിലോ മറ്റോ അടർന്നു മാറിയ ചുണ്ണാമ്പ് പാറകൾ, അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം. ചുറ്റും കൊച്ചു വെള്ളച്ചാട്ടങ്ങളും ധാരാളം. കുറച്ചു കാലം മുമ്പ് വരെ മാഹു, ലൈദു, ഉബ്ലൈ എന്നീ 3 ഗ്രാമക്കാർ തമ്മിലുള്ള തർക്കം മൂലം 144 പ്രഖ്യാപിക്കുകയും ഈ അടുത്ത കാലം വരെ അടച്ചിടുകയും ചെയ്തതാണ് ഈ വെള്ളച്ചാട്ടം. തുറന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഗാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് വെള്ളച്ചാട്ടവും അരുവികളും. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും മനോഹരമായി കാത്തു സൂക്ഷിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു. ഇനി പോകുന്നത് ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ്. സോഹ്ര ടൗണിൽ നിന്നും ഏകദേശം 84 കിലോമീറ്റർ ദൂരെയാണ് ബംഗ്ലാദേശ് ബോർഡർ. വളരെ പഴക്കമേറിയ റോഡാണ് ഈ റോഡ്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഗാസി ഹിൽസിലേക്ക് കടന്നു വന്നത് ഈ റോഡ് വഴിയാണ്. സ്റ്റേറ്റ് ഹൈവേ 5 ആയിരുന്ന റോഡ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുക്കുകയും നാഷണൽ ഹൈവേ 206 എന്ന് പേര് മാറ്റുകയും റോഡ് വികസനം വീതി കൂട്ടി വളവ് തീർത്ത് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചുറ്റും മനോഹരമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ. റോഡ് വികസനം ത്വരിതഗതിയിൽ നടക്കുന്നു. വലിയ മലകൾ ഇടിച്ചു നിരത്തി വളവ് നിവർത്തുന്നു. ഡൈനാമിറ്റുകൾ വെച്ച് പാറ പൊട്ടിച്ചു നീക്കുന്നു. പണ്ടുകാലത്ത് ഗാസി ഹിൽസിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗക്കാർ തമ്മിൽ യുദ്ധം പതിവായിരുന്നപ്പോൾ പുരുഷന്മാർ യുദ്ധത്തിന് പോവുകയും സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാതൃവംശീയ രീതി ഈ ഭാഗത്ത് പ്രചാരത്തിലായത്. ഇപ്പോഴും
സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ മുൻതൂക്കം. കുടുംബ നടത്തിപ്പിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതും സ്ത്രീകൾ തന്നെ. വീണ്ടും യാത്ര. അഗാധഗർത്തങ്ങളും താഴ്വാരങ്ങളും ചെറു അരുവികളും മാത്രം എങ്ങും കാഴ്ച. എവിടെയും കൃഷി നടത്തുന്നത് ഒരു ലക്ഷണം പോലും കാണുന്നില്ല. പലയിടത്തും മൊട്ടക്കുന്നുകൾ വെറും അസ്ഥികൂടങ്ങൾ മാത്രമായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടൗണിനടുത്തെത്തി. അവിടെയും ഇവിടെയും വീടുകളും ചെറിയ പള്ളികളും മാത്രം. ഇനി പോകുന്നത് ദൗക്കി എന്ന ഗ്രാമത്തിലേക്കാണ്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അതിര് തിരിയുന്ന ടൂറിസം സ്പോട്ടാണ് ദൗക്കി. ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായി കാഴ്ചകൾ. എങ്ങും കവുങ്ങുകൾ മാത്രം. അടക്കയും വെറ്റിലമുറുക്കും ഖാസി നിവാസികളുടെ ഒരു പ്രധാന ഹോബിയാണ്. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ബംഗ്ലാദേശ് ബോർഡറിലുള്ള ദൗക്കി ഗ്രാമത്തിലെ ഉമംഗോട്ട് എന്നറിയപ്പെടുന്ന നദി കണ്ടു തുടങ്ങി. ഇനി അങ്ങോട്ട് വീഡിയോ നിഷിദ്ധമാണ്. ഫോട്ടോ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ദൗക്കി ടൂറിസം സ്പോട്ട്. ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശുകാർക്കും അതിരുകളില്ലാതെ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കാം. ഇവിടെ ഒരു BSF ജവാൻ കുടക്കീഴിൽ നിൽക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശാണ്. ഇവിടെ വരെ ഉമംഗോട്ട് പുഴ ഇന്ത്യയുടേതായി ഒഴുകുന്നു. ഇനി ഇത് ബംഗ്ലാദേശിൻ്റെയാണ്. രണ്ട് ഭാഗത്തും ടൂറിസ്റ്റുകൾ. ഇവിടെ കാണുന്ന തോണികൾ ഇന്ത്യയുടേതാണ്. മുകളിൽ ഒരു BSF പോസ്റ്റും കാണാം. റോഡിൽ നിന്നും കടവിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. ചെറുതോണികൾ ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്നു. ടൂറിസ്റ്റുകൾ വള്ളം വാടകയ്ക്കെടുത്ത് പുഴയിലൂടെ യാത്ര ചെയ്യുന്നു. ഈ തൂക്കുപാലം കടന്നു വേണം ദൗക്കിയിലേക്ക് എത്താൻ. പാലത്തിൽ നിന്നുള്ള വീഡിയോഗ്രഫി നിഷിദ്ധമാണ്. ഉമംഗോട്ട് എന്നറിയപ്പെടുന്ന ഈ നദി ഇവിടെ വരെ ഇന്ത്യയുടെ മാത്രമായി ഒഴുകുന്നു. ഇനി ഇവിടെ നിന്നും ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ബംഗ്ലാദേശിൽ ഈ നദിയെ ഷരി ഗോയാൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളും ഒരു ചെറു വള്ളം വാടകയ്ക്കെടുത്ത് നദിയിലൂടെ യാത്ര തുടങ്ങി. ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളത്തിനാണ് ഉമംഗോട്ട് നദി പേര് കേട്ടത്. ഖാസി ഹിൽസിൽ നിന്നും ആരംഭിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദി. ധാരാളം ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം നദിയിലൂടെ ഉല്ലസിച്ച് യാത്ര ചെയ്യുന്നു. പലരും തുഴച്ചിൽ പരിശീലിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വേലിയൊന്നുമില്ല. തൊട്ടപ്പുറത്തെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ആൾക്കാർ കടക്കാതെ വിസിലടിക്കുന്ന ജവാൻ. അവിടെ നിന്നും പുഴയ്ക്ക് കുറുകെയാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തി. തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശി ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കടക്കാതെ വിസിലടിച്ച് തിരികെ വിടുന്ന BSFകാർ.
പണ്ടുകാലത്തെ ഏതോ ഗുഹകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കല്ലടുക്കുകൾ, അതിന് താഴെ തണലത്തിരുന്ന് മീൻ പിടിക്കുന്ന ഖാസി വംശജർ. തോണിയാത്ര മതിയാക്കി ബംഗ്ലാദേശുമായുള്ള ഔദ്യോഗിക അതിർത്തിയിലേക്ക് യാത്രയായി. ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ബസ് വന്ന് നിർത്തുന്നത് ഈ അതിർത്തിയിലാണ്. തൊട്ടു മുമ്പിൽ പോകുന്ന വാഹനം ബസ്സിൽ വരുന്നവരുടെ ലഗേജ് എടുക്കാൻ പോകുന്നതാണ്. ബംഗ്ലാദേശ് ബോർഡറിലെത്തി. ഇവിടെ വാഗാ ബോർഡറിലേതുപോലെ പരേഡുകളോ സൈനിക വ്യൂഹമോ ഇല്ല. ഇവിടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി സേനകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഗേറ്റുകൾ സദാസമയം അടഞ്ഞു തന്നെ. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിന്റെ കൊടിയും മറുഭാഗത്ത് ഇന്ത്യയുടെ കൊടിയും പാറുന്നു. അപ്പുറത്തുമുണ്ട് അതിർത്തി കാണാനെത്തിയ ബംഗ്ലാദേശികൾ. അവരുമായി കൈകൊടുത്തു. തിരികെ വരുമ്പോൾ കണ്ട അത്ഭുത കാഴ്ചയാണിത്. ഉദ്ദേശം 5 കിലോമീറ്ററോളം ദൂരത്തിൽ ലോറികൾ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്നു. ഇത് ബംഗ്ലാദേശിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കല്ല് കൊണ്ടുപോകുന്ന ലോറിയാണെന്നും ഊഴം കാത്തു കിടക്കുകയാണെന്നും ഡ്രൈവർ എനിക്ക് പറഞ്ഞു തന്നു. ബംഗ്ലാദേശിൽ കല്ലിന് ക്ഷാമമാണെന്നും അത് എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നും ഇവിടെയുള്ളവരുടെ ഏറ്റവും പ്രധാന ജീവിതമാർഗം ഈ ലോറിയാണെന്നും ഡ്രൈവർ എനിക്ക് വിവരിച്ചു തന്നു. അടുത്തതായി യാത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാംബു ട്രക്കിംഗ് ആയ മേഘാലയയിലെ ട്രക്കിങ്ങിലേക്കാണ്. സൊഹ്ര ജില്ലയിലെ പിനുസ്ല എന്ന താലൂക്കിലാണ് ബാംബു ട്രക്കിംഗ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഗ്രാമവീഥികൾ, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചെറു ഗ്രാമങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും റോഡ് വികസനത്തിന്റെ ഭാഗത്തെത്തി. ഒരു ഭാഗത്ത് അഗാധമായ ഗർത്തം, മറുഭാഗത്ത് വലിയ കുന്നുകൾ, വളരെ സുരക്ഷാ ഭീഷണിയുള്ള രീതിയിലുള്ള റോഡുകൾ. കോടമഞ്ഞും ഇടുങ്ങിയ ഗർത്തങ്ങൾ നിറഞ്ഞ റോഡും അപകടകരമായ യാത്ര. വീണ്ടും മനോഹരമായ ഭൂപ്രദേശത്തെത്തി. മഞ്ഞണിഞ്ഞ മാമലകൾ, മലനിരകൾ, ഇടുങ്ങിയ റോഡിലേക്കെത്തി. കേരളത്തിലെ ഏതോ ഗ്രാമപ്രദേശത്തിനെ ഉറപ്പിക്കുന്ന റോഡുകൾ. വഴിയിലൊന്നും ആരെയും കാണാനില്ല. വാഹനങ്ങളും തീരെ കുറവ്. ഒരു കാലത്ത് ഗോത്രവർഗങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിരുന്ന പ്രദേശമാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ബാംബു ട്രക്കിങ്ങിനെ ഇവിടുത്തുകാർ മൗറിംഗ്ഹാങ് ട്രക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. വഖൻ എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ് മൗണ്ടെയിൻ ട്രക്കിംഗ് തുടങ്ങുന്നത്. വളരെ ചെറിയൊരു ഗ്രാമമാണ് വഖൻ. ടൂറിസത്തിൻ്റെതായ യാതൊരു പൊലിമയുമില്ല. അങ്ങിങ്ങ് ചെറിയ ചെറിയ വീടുകൾ, ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, തീർന്നു. ഈ മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ നിന്നാണ് ബാംബു ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഹവായ് എന്നാണ് വഖൻ അറിയപ്പെടുന്നത്. ഹവായിയെ ഓർമ്മിപ്പിക്കുന്ന മലനിരകൾ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴ്വാരത്തേക്ക് നടന്നു.
ബാമ്പു നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഈ നാട്ടുകാർ തന്നെയാണ് പരിപാലിക്കുന്നത്. നാട്ടുകാർക്കുള്ള ഉപജീവന മാർഗമായിട്ടാണ് ഇവിടെ ടൂറിസം വളർന്നു വരുന്നത്. എങ്ങും ബാമ്പുകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മണ്ണൊലിപ്പിനെ തടയാൻ ഏറ്റവും ഫലവത്തായ മാർഗമായി ബാമ്പു ഇവർ കാണുന്നു. മൗറിംഗ്ഖാങ് സമ്മിറ്റിലെത്തുന്നതിന് വേണ്ടി ഈ നാട്ടുകാർ തന്നെയാണ് ആദ്യം ബാമ്പു പാലം നിർമ്മിച്ചത്. ഇവിടെ ഏറ്റവും ഈസിയായി ലഭിക്കുന്നതാണ് മുളകൾ. ഈ മുളകൾ കൊണ്ടൊരു പാലം ഇത് 2017 ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തത്. ആദ്യത്തെ പാലമെത്തി. മുളകൾ കൊണ്ട് ഒരു ആർച്ച് ബ്രിഡ്ജ് പണിതിരിക്കുന്നു. ഇവിടെ മുതൽ ഇവരുടെ കരകൗശലം ആരംഭിക്കുകയാണ്. താഴെ ശാന്തമായി ഒഴുകുന്ന പുഴ. ചുറ്റും വനഭൂമി. ആളനക്കം എവിടെയുമില്ല. ഞാൻ യാത്ര തുടർന്നു. ബാമ്പു ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. കുത്തനെയുള്ള പാറക്കെട്ടുകളുടെ വശങ്ങളിലൂടെ എങ്ങനെയോ ഉറപ്പിച്ചിരിക്കുന്ന പാലം. അതിലൂടെ നടന്നു തുടങ്ങി. മുൻപേ പോകുന്ന ടൂറിസ്റ്റുകളെയെല്ലാം കാണാം. ഇടയ്ക്ക് കയറ്റവും ഇടയ്ക്ക് ഇറക്കവും ഇടയ്ക്ക് കൽവഴികളുമായി ഒരു പാലം യാത്ര തുടർന്നു. ഈ യാത്ര എത്തിച്ചേരുന്നതാണ് മൗറിംഗ്ഖാങ് എന്ന് പറയുന്ന സമ്മിറ്റിൽ. മൗറിംഗ്ഖാങ്ങിനെ കിങ് ഓഫ് സ്റ്റോൺസ്, പാറകളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നു. നാടോടിക്കഥയിലെ ഒരു രാജാവാണ് മൗറിംഗ്ഖാങ്. ഇഷ്ടസുന്ദരിയായ തിയാങ്ങിൻ്റെ കരം ഗ്രഹിക്കുന്നതിനു വേണ്ടി വളരെ ധീരമായി പൊരുതിയ രാജാവാണ് മൗറിംഗ്ഖാങ്. ഈ രാജാവിൻ്റെ പേരിലാണ് ഈ വലിയ പാറക്കൂട്ടം അറിയപ്പെടുന്നത്. പാറകൾക്കടിയിലൂടെ നൂണ്ടും ചെറിയ വിടവുകളിലൂടെ കടന്നും ഞാൻ മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് ഗാസിക്കാരുടെ ചെറിയ തട്ടുകടകൾ. ഇതും നിർമ്മിച്ചിരിക്കുന്നത് മുളകൾ കൊണ്ടാണ്. ചില ഭാഗത്ത് മുളകൾക്ക് പകരം കല്ലുകളാണ് സ്റ്റെപ്പുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ വഴികൾ. കാര്യമായി ടൂറിസ്റ്റുകളൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല. മണിക്കൂറുകൾക്ക് ശേഷം ഒന്നാമത്തെ വ്യൂ പോയിന്റിലെത്തി. താഴെ അഗാധമായ ഗർത്തവും മലനിരകളും പുഴയും മാത്രം. താഴേക്ക് വീഴാതിരിക്കാൻ മുള കൊണ്ടുള്ള ഒരു കൈപ്പിടി മാത്രം. ഇവിടെ വെച്ച് കാലിഫോർണിയയിൽ നിന്ന് രണ്ടാമതും ബാമ്പു ട്രക്കിങ്ങിനെത്തിയ ഹില്ലരി എന്ന വനിതയെ ഞാൻ പരിചയപ്പെട്ടു. Yourself? Just No, it's a video. Just introduce yourself. Oh, introduce myself. Oh. Hi, I'm Hillary from California, meeting you on the bamboo track. Okay. We've almost made it. Shall I introduce my friends? Yeah. My Filipino friends. ഹില്ലരിയുമായി സൗഹൃദം പങ്കിട്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ വളരെയധികം ഉയരത്തിലാണ് നടന്നു പോകുന്നത്. ഇത്രയും ഉയരത്തിൽ ഈ മുള കൊണ്ട് ഈ പാലം നിർമ്മിച്ച ഗാസി നിവാസികളുടെ കഴിവ് പ്രശംസനീയം തന്നെ. ഈ പാലങ്ങൾ എല്ലാ ദിവസവും ഇവർ പരിശോധിച്ച് മെയിൻ്റനൻസ് നടത്താറുണ്ട് എന്നാണ് അറിഞ്ഞത്. യാത്ര തുടർന്നു. വളരെ ഉയരത്തിലേക്ക് കയറുകയാണ്.
ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ ദൂരത്തായി മൗറിൻ ഗാങ് സമ്മിറ്റ് കാണാം. ഒറ്റപ്പെട്ട നിലയിൽ ഒരു പാറ, എപ്പോഴോ എവിടെ നിന്നോ പൊട്ടി മാറി ഏകാന്തമായി നിൽക്കുന്നൊരു പാറ. യാത്ര തുടർന്നു. ഇനിയൊരു തൂക്കുപാലം കിടക്കണം. ദൂരെ മൗറിൻ ഗാങ് വീണ്ടും തെളിഞ്ഞു. പാറയ്ക്കടുത്തെത്തി. ഇനി കുത്തനെയുള്ള കയറ്റമാണ്, അതും പാലം തന്നെ. ചുറ്റും പ്രകൃതിയുടെ ശബ്ദമല്ലാതെ വേറെയൊന്നും കേൾക്കാനില്ല. താഴെ വളരെ ശാന്തമായി ഒഴുകുന്ന നീല നിറത്തിലുള്ള നദി. മൗറിൻ ഗാങ് പാറയ്ക്ക് മുകളിലേക്ക് കയറുകയാണ്. ഇനി കുത്തനെ വളരെ ശ്രദ്ധിച്ച് പിടിച്ചു വേണം കയറാൻ മുകളിലേക്ക്. മുകളിലെത്തി. താഴെ അഗാധമായ ഗർത്തം. മുകളിൽ ഉദ്ദേശം 20 സ്ക്വയർ മീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു പാറ. താഴേക്ക് വീഴാതെ പിടിക്കാൻ മുളകൾ കൊണ്ടുള്ള കൈവരികൾ മാത്രം. ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. പുറകിൽ ട്രക്കേഴ്സ് പാറയിലേക്ക് കയറി വരുന്നത് കാണാം. പലരും വളരെ ക്ലേശിച്ചാണ് കയറി വരുന്നത്. ഒരു കാലത്ത് ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ ഗ്രാമങ്ങളിലേക്ക് കുടിയേറി. ഇപ്പോൾ മനുഷ്യസ്പർശമേൽക്കാത്ത ഏകാന്തമായ പുഴകളും മലകളും കാടുകളും മാത്രം ബാക്കി. ഒരു മൃഗങ്ങൾ പോലും ഇല്ലാത്തൊരു കാട്. ഞാൻ തിരികെ യാത്ര തുടർന്നു. സാധാരണ രീതിയിൽ വിശ്രമിക്കാതെ നടന്നാൽ ഉദ്ദേശം 5 മണിക്കൂർ എടുക്കും മൗറിൻ ഗാങ് സമ്മിറ്റിലെത്തി തിരികെ ബേസ് ക്യാമ്പിലെത്തുന്നതിന്. വൈകുന്നതിന് മുമ്പ് തിരികെ എത്തണം. ഞാൻ തിരിച്ചു നടന്നു തുടങ്ങി. ദൂരെ മൗറിൻ ഗാങ് പാറ കാണാം. വന്ന വഴി മുഴുവൻ ഇനി തിരിച്ചു നടക്കണം. ഇത്രയും ചെങ്കുത്തായ പാറക്കെട്ടുകൾക്കിടയിലൂടെ പണ്ട് കാലത്തുള്ളവർ ജീവിച്ചിരുന്നു എന്നത് ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. ഇന്നും ഗാസി വംശജർ 45 മിനിറ്റ് കൊണ്ട് ഈ മൗറിൻ ഗാങ് സമ്മിറ്റിലെത്തി തിരികെ വരും. തിരികെ ബേസ് ക്യാമ്പിലെത്തിയപ്പോഴാണ് ഒരു ഗാസി വീട്ടമ്മയെ പരിചയപ്പെട്ടത്. മടി കൂടാതെ അവർ എനിക്ക് ഇൻ്റർവ്യൂ തന്നു. കേരളത്തിൽ നിന്നാണ് എന്നറിഞ്ഞപ്പോൾ ഇവരുടെ സഹോദരിയുടെ മകൾ നഴ്സായി കേരളത്തിലെ എറണാകുളത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും ബാംഗ്ലൂരാണ് നഴ്സിംഗ് പഠിച്ചതെന്നും ഇവർ ക്രിസ്തുമതത്തിലെ പ്രെസ്ബിറ്റേറിയൻ വിഭാഗത്തിലാണെന്നും എനിക്ക് പറഞ്ഞു തന്നു. Thank you.
Your husband is also Presbyterian. ഇവർ രണ്ടാളും ഇവിടെ ഷോപ്പ് നടത്തുകയാണ്. ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങാത്തതിനാൽ നേരം പോകനായി തലയിൽ പേൻ നോക്കുന്നു. വഖൻ എന്ന ഗ്രാമത്തോട് വിട പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടർന്നു. സോറ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള നോഹ്ക ലേക്ക് വെള്ളച്ചാട്ടം. 340 മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിൽ 4ാമത്തേതുമാണ്. ഊട്ടിയിലെ സൂയിസൈഡ് പോയിന്റിനെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ഗർത്തത്തിൻ്റെ കരയിൽ നിന്ന് വേണം ഈ വെള്ളച്ചാട്ടം കാണാൻ. ഈ വെള്ളച്ചാട്ടവും ഒരു ഗാസി നാടോടി കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പോർട്ടറായി ജോലി ചെയ്ത ലേക്ക് എന്ന സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുകയും ചെറിയ കുട്ടിയെ നോക്കുന്നതിന് വീട്ടിൽ ആൾ ആവശ്യമുണ്ടെന്ന് കണ്ട ലേക്ക് രണ്ടാമതും വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ ലേക്കിയുടെ സ്നേഹം മുഴുവൻ കുട്ടിയോടാണെന്ന് കണ്ട രണ്ടാം ഭർത്താവ് ലേക്ക് വീട്ടിലില്ലാത്ത സമയത്ത് കുട്ടിയെ കൊന്ന് കറി വയ്ക്കുകയും ആ മാംസം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ലേക്ക് കഴിക്കുകയും ചെയ്തു. ഒടുവിൽ സത്യം മനസ്സിലാക്കിയ ലേക്ക് ആ പീഠഭൂമിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചുവെന്നും ആ ലേക്കിയുടെ കണ്ണീരാണ് ഇപ്പോൾ നൊക്ക ലേക്ക് വാട്ടർഫാൾസ് എന്നുമാണ് ഗാസി നാടോടി കഥ. ഗാസി പാരമ്പര്യപ്രകാരം ഗാസി എന്ന ഖ സ്ത്രീകളുടെ പേരിന് മുമ്പ് ചേർക്കുകയും ലേക്കിയെ ഖ ലേക്കി എന്നാണ് മറ്റുള്ളവർ അഭിസംബോധന ചെയ്യുന്നത്. ഉയരങ്ങളിൽ നിന്ന് വളരെ അഗാധതയിലേക്ക് വീണ് വീണ്ടും ശാന്തമായി ഒഴുകുന്ന ഒരു കൊച്ചരുവി, അതാണ് നോക്ക ലേക്ക്. ഇനി പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എനിക്ക് നൽകിയ ഫേ ഫേ വെള്ളച്ചാട്ടം കാണാനാണ്. മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ. ഗാസി ഭാഷയിൽ ഫേ ഫേ എന്നാൽ പർദീസ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഒരു പർദീസയിലേക്ക് തന്നെയാണ് യാത്ര. ജോവായ് ടൗണിനടുത്താണ് ഫേ ഫേ എന്ന വെള്ളച്ചാട്ടം. സോറ ടൗണിൽ നിന്നും ഉദ്ദേശം 22 കിലോമീറ്റർ അകലെ. വളരെ മനോഹരമായ റോഡും മനോഹരിയായ പ്രകൃതിയും ശാന്തമായ റോഡുകൾ. വഴിയിൽ ടൗണുകൾ കാണുന്നുണ്ടെങ്കിലും എവിടെയും ആളനക്കമില്ല. ശാന്തമായി ഉറങ്ങുന്ന ഗ്രാമപ്രദേശങ്ങൾ. ഏതോ യൂറോപ്യൻ രാജ്യത്തിലെത്തിപ്പെട്ട പ്രതീതി. എങ്ങും ശാന്തത, മനോഹരമായ ഭൂമി, ഇടയ്ക്ക് കന്നുകാലികൾ മേയുന്ന പുൽമേടുകൾ. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ പൈൻ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു. വീണ്ടും പുൽത്തകിടികൾ. ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് കാണാം. പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇനി അങ്ങോട്ട് നടന്നാണ് പോകേണ്ടത്. ഞാനും മുന്നോട്ട് നടന്നു. ഒരു കൊച്ചു പുഴയിലൂടെ ഒരു കൊച്ചു വള്ളത്തിലേറിയൊരു യാത്ര. വളരെ മനോഹരമായിട്ടുള്ള പുഴ. അടിഭാഗം തെളിഞ്ഞു കാണാം. ശുദ്ധമായിട്ടുള്ള വെള്ളം. ഒരു അഴുക്കും താഴെ കാണാനില്ല.
വീണ്ടും മനോഹരമായ പുൽമേടുകൾ, എങ്ങും എവിടെയും മേയുന്ന പശുക്കൾ മാത്രം. നാഗരികതയുടെ ഒരു ലക്ഷണം പോലും എങ്ങും കാണാനില്ല. പരന്നൊഴുകുന്ന നദി, അരികിൽ പൈൻ മരക്കാടുകൾ. ഈ നദിയുടെ അങ്ങേ തലയ്ക്കാണ് വെള്ളച്ചാട്ടമുള്ളത്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിനരികിലെത്തി. അടർന്നു മാറിയ പാറയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന അരുവി പല ഭാഗത്തിലൂടെയും പല കൽക്കെട്ടുകൾക്കിടയിലൂടെയും പല ചാലുകളായും താഴേക്ക് പതിച്ച് ഒഴുകുന്നു. വളരെ മനോഹരമായ കാഴ്ച. മണവാട്ടിയുടെ തലയിലെ തൊങ്ങൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള വെള്ളച്ചാട്ടം. ഏതോ നൂറ്റാണ്ടിലുണ്ടായ ശക്തമായ ജലപ്രവാഹം നിമിത്തം ഇവിടെയുള്ള പാറകൾ കുത്തനെ പൊട്ടി മാറുകയും അതുമൂലം ഇവിടെ വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടതായിരിക്കാനും സാധ്യതയുണ്ട്. വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴാണ് യഥാർത്ഥ ക്ലൈമാക്സിലേക്ക് എത്തിയത്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ചിതറി വീഴുന്ന നൂല് പോലെ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു. നേർത്ത നൂല് പോലെ വെള്ളി നിറത്തിലുള്ള അരുവി താഴേക്ക് വീഴുന്നു. താഴെ ടൂറിസ്റ്റുകൾ കുളിക്കുന്നു. മേഘാലയയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ശാന്തതയും അതിൻ്റെ ശാലീനതയുമാണ് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. എത്ര നേരം കണ്ടു നിന്നാലും മതി വരാത്ത കാഴ്ച. ഒരു വെള്ളച്ചാട്ടം എങ്ങനെ ഇത്ര ശാന്തമായി ഇത്ര മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഗാസി വംശജരുടെ പൊതുവായ ശാന്തശീലവും സൗമ്യഭാവവും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും ഏറ്റെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. താഴെ ശുദ്ധമായ തെളിഞ്ഞ വെള്ളം. വെള്ളച്ചാട്ടത്തിന് ചുറ്റും വനമാണ്. ചില ഭാഗത്ത് ബാംബു വനങ്ങൾ. അവിടെ ഇവിടെയായി ചില റിസോർട്ടുകളും ഹോം സ്റ്റേകളും കാണാം. വളരെ ഭീകരമായ രീതിയിൽ പാറ അടർന്നു മാറിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് വെള്ളം വീഴുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത വെള്ളച്ചാട്ടം. പല ആംഗിളിൽ ഞാൻ പകർത്തിയെടുക്കാൻ ശ്രമിച്ചു. ക്യാമറയുടെ ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളാത്തത്ര വലുതാണ് വെള്ളച്ചാട്ടം. ഇരുട്ടാവുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. സെക്യൂരിറ്റി ഗാർഡുകൾ വിസിലടിച്ചു തുടങ്ങി. താഴെ വെള്ളത്തിൽ നീന്തിയിരുന്നവർ കരയിലേക്ക് കയറി തുടങ്ങി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഞാനും തിരികെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി. ഉച്ചമയക്കത്തിലാണ്ട് കിടക്കുന്ന സോറ ടൗൺ വളരെ ചെറിയൊരു ടൗണാണ്. ആൾത്തിരക്കും വാഹനത്തിരക്കും തീരെയില്ല. ഒരു ടൂറിസം സെൻ്ററായിട്ടും സുവനീർ ഷോപ്പുകളോ കച്ചവട തിരക്കുകളോ എങ്ങും കാണാനില്ല. അടുത്തതായി എത്തിച്ചേർന്നത് ലിങ്സിയാർ വെള്ളച്ചാട്ടത്തിനടുത്താണ്. ലിങ്സിയാർ വെള്ളച്ചാട്ടത്തിനും ഗാസി ഐതിഹ്യവുമായി ബന്ധമുണ്ട്.
ഐതിഹ്യകഥയിലെ ലെങ്സിയാർ എന്ന ചെറുപ്പക്കാരൻ ഇവിടെ വെച്ച് അപ്രത്യക്ഷനായി എന്നും ലെങ്സിയാറിൻ്റെ ആത്മാവ് ഇന്നും ഇവിടെയുണ്ട് എന്നും അവരാണ് ഈ ഭൂപ്രദേശം സംരക്ഷിക്കുന്നത് എന്നുമാണ് ഗാസി വിശ്വാസം. ഈ വഴിയിലൂടെ താഴ്വാരത്തേക്ക് ഇറങ്ങണം. ചുറ്റും മനോഹരമായ മലനിരകൾ മാത്രം. താഴ്വാരത്ത് വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ലൈഫ് ജാക്കറ്റ് ധരിച്ച് ടൂറിസ്റ്റുകൾക്ക് കുളിക്കാം. മനോഹരമായതും വളരെ വലിയതുമായൊരു തടാകമാണ് ഇവിടെയുള്ളത്. ചുറ്റും മരനിരകളും മലനിരകളും. ശുദ്ധജലമൊഴുകുന്ന തെളിഞ്ഞ തടാകം. അടിഭാഗം വളരെ വ്യക്തമായി കാണാം. തിരിച്ചെത്തിയപ്പോൾ ചായ തന്ന ദീദി എനിക്ക് വേണ്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഇതാണ് ഇവരുടെ പരമ്പരാഗത വേഷം. ഏത് വേഷമിട്ടാലും സ്ത്രീകൾ മുകളിൽ ഇതേപോലെ ഒരു മുണ്ട് കെട്ടും. ദീദി എനിക്ക് വേണ്ടി ഗാസി ഭാഷയിൽ എഴുതുകയും അത് വായിച്ചു തരികയും ചെയ്തു. ഉച്ചാരണം ഗാസിയാണെങ്കിലും ഇവരെഴുതുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ്. എനിക്ക് വേണ്ടി കടയിലെ ഭക്ഷണ സാധനങ്ങളുടെ പേരെഴുതുകയും അതെനിക്ക് വായിച്ചു തരികയും ചെയ്തു. ഈ ദീദിയുടെ മകളാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭർത്താവ് വീട്ടുകാരെ നോക്കി നിൽക്കുന്നു. രാത്രിയായി. ഇനി മടക്കമാണ്. ഗുഹാവത്തിയിലേക്ക് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യാത്ര. നാളെ രാവിലെ 7 മണിയുടെ ട്രെയിനിന് പാലക്കാടേക്ക് പോകണം. ഗാസികളുടെ ഗ്രാമത്തിൽ നിന്ന്, ഗാസികളുടെ നാട്ടിൽ നിന്ന് മല്ലുവിൻ്റെ നാട്ടിലേക്കുള്ള യാത്ര. ഗാസിയോടും ഗാസി പാരമ്പര്യത്തോടും യാത്ര പറഞ്ഞ്